Hello friends, welcome to the channel. Now, we will discuss this. Bajaj Rbl credit super card. That is Bajaj Rbl credit card. Pre-approved call and comments, messages, Instagram. This is a safe card. Bajaj Rbl card. Platinum section Bajaj Rbl card. 6 കൊല്ലം മുമ്പ് എനിക്ക് കിട്ടിയ കാർഡാണ്. അതായത് എൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് 6 കൂടുതലായിരുന്നുണ്ട്, 7 കൊല്ലം ഒക്കെ ആയിരുന്നുണ്ട്, 7-8 കൊല്ലമൊക്കെ ആയിരുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് അല്ല കേട്ടോ. നമ്മൾ ഇത് ഡൗൺഗ്രേഡ് ചെയ്യുന്നത് ഇത് പ്ലാറ്റിനം കാർഡാണ്. ഇതിന് ഓൾമോസ്റ്റ് 1000 രൂപ പ്ലസ് GST ജോയിനിങ് ചാർജും മാനുവൽ ചാർജും വരുന്നുണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്കിത് വലിയ ക്യാഷ് ബാക്കും സംഭവമൊന്നും തരില്ല. ഇതിന്റെ ഒരു ബിലോ ആവറേജ് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റയർ ആയിട്ട് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ RBL കാർഡിന്റെ ഓഫർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് RBL കാർഡിന്റെ ഓഫേഴ്സിനൊക്കെ നമുക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. നമുക്ക് ബുക്ക് മൈ ഷോയില് ബൈ 1 get 1 മൂവി ടിക്കറ്റ് നമുക്ക് വെനസ്ഡേയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ബിലോ ആവറേജ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ മെജോറിറ്റി ആൾക്കാർക്കും ഇത് പ്രീ അപ്രൂവ്ഡ് ആണ് വിളിക്കുന്നത്. വേൾഡ് ക്ലാസ് കാർഡ്, അതുപോലെ തന്നെ ഇവരുടെ 2000 രൂപയുടെ കാർഡ്, ഇവർക്ക് ആക്ച്വലി 499 രൂപ പ്ലസ് തൊട്ട് ഒരു 5000 രൂപയുടെ വരെ ഒരു കാർഡുകളുണ്ട്. അതായത് ജോയിനിങ് ചാർജും മാനുവൽ ചാർജും വരുന്ന കാർഡുകളുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നോർമലി ഇത് ഏജൻസിക്കാരാണ് വിളിക്കുക. അവർക്ക് ഇതിന് എന്താ പറയുക ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്ര കാർഡ് സെല് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അവർ വിളിച്ച് പറയാം നമുക്ക് വേൾഡ് ക്ലാസ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്, ഈ കാർഡ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിന്റെ കാർഡിന്റെ വേൾഡ് ക്ലാസ് കാർഡ് എന്ന് പറയുന്നത് അവരുടെ ചാർജ് വരുന്നത് 2990 രൂപ പ്ലസ് GST ആണ്. അതപ്പോൾ 3000-ന്റെ മുകളിൽ വരും. അത് ജോയിനിങ് ചാർജ് കൊടുക്കണം, ആനുവൽ ചാർജ് കൊടുക്കണം. അപ്പോൾ ഇത് വൻ നഷ്ടമാണ്. ആ കാർഡ് എടുക്കുന്ന പറഞ്ഞാൽ വൻ നഷ്ടമാണ്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കാർഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ വാല്യൂ പ്ലസ് ഒരു കാർഡ് ഉണ്ട്, അതായത് 490 രൂപയുടെ കാർഡ്. അപ്പോൾ എൻ്റെ ഉണ്ട്, ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലൊക്കെ നമ്മളിത് കാണിച്ചിട്ടുണ്ട്. ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ കാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ കളർ കാർഡാണ്. അതിന് നമുക്ക് ചാർജ് വരുന്നത് 450 പ്ലസ് GST ആണ്. അപ്പോൾ ഇത് ആക്ച്വലി കട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യേണ്ട, സേഫ് കാർഡ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ RBL ബാങ്കിന്റെ കാർഡാണ്. നോർമൽ ബാക്കി എല്ലാ കാർഡ് എങ്ങനെയാണോ അതേ സെയിം കാർഡ് തന്നെയാണ്. ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും വേറെ പ്രശ്നം കാര്യമൊന്നും ഇല്ല കേട്ടോ. EMI കാർഡ് നല്ലത് നോർമൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാം. ഇത് മാസ്റ്റർ കാർഡ് സെക്ഷനിൽ വരുന്ന കാർഡാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, 6-7-8 കൊല്ലൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് എൻ്റെ ഓൾമോസ്റ്റ് ഫസ്റ്റ് കാർഡാണ്. ഇതിന്റെ വേറെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ഭയങ്കര വീക്കായിട്ടൊക്കെ കൊടുക്കുന്നുള്ളൂ. എനിക്ക് കിട്ടിയത് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് വേണമെങ്കിൽ കാണിച്ചു തരാം നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ കളക്ഷൻ ഉണ്ട് അതിൽ ഫുള്ള്. നമ്മുടെ ഓൾമോസ്റ്റ് ഒരു 40 ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ 18 ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ക്യാൻസലിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ പ്രസന്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന RBL ബാങ്കിന്റെ കാർഡ് ഇതാണ്. അപ്പോൾ ഞാൻ എന്തെന്ന് ഡീറ്റെയിൽസ് ഒന്ന് പൊത്തട്ടെ. വാല്യൂ പ്ലസ് അവരുടെ കാർഡാണ്. നമുക്ക് ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പുതിയ കാർഡാണ്. ഇതിൽ നമുക്ക് NFC സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പഴയ കാർഡിൽ നമുക്ക് NFC കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇത് ഞാൻ ധൈര്യമായിട്ട് കാണിച്ചാൽ ഇത് ക്ലോസ് ചെയ്ത കാർഡാണ്. അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ പഴയ കാർഡായിരുന്നു. പിന്നെ മാസ്റ്റർ കാർഡ് സെക്ഷനിൽ തന്നെ അത് വരുന്നത്. മാസ്റ്റർ കാർഡ് തന്നെ അത് ഇവരുടെ പേയ്മെന്റ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇപ്പം നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എൻട്രി ലെവൽ കാർഡാണ്. എടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രീമിയം കാർഡ്സ് എടുക്കണ്ട, ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. മാക്സിമം നിങ്ങൾക്ക് ഒരു 1000 രൂപയുടെ കാർഡ്, അതായത് ഈ പ്ലാറ്റിനം കാർഡൊക്കെ ആണെങ്കിൽ 999 രൂപയുടെ കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാം. അതിന് മുകളിലുള്ള കാർഡാണ് നിങ്ങൾ എടുക്കേണ്ടത് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ബിലോ ആവറേജ് കാർഡാണ്. നമുക്ക് അത്രയ്ക്കും ബെനിഫിറ്റും കാര്യമൊന്നും ഒരു തരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവർ വിളിച്ച് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ടൈം ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചാടി കയറിയാന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, എനിക്ക് കാർഡ് വേണ്ടത് എൻട്രി ലെവൽ കാർഡാണ്, ഇത്ര റേറ്റ് കൂടിയ കാർഡൊന്നും വേണ്ട, ബേസിക് കാർഡ് തരാൻ പറ്റുകയാണെങ്കിൽ തരിക, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 99% ഒരു നോർമൽ കാർഡാക്കി തരും. എന്ന് വെച്ചാൽ അവർക്ക് ടാർഗറ്റ് ഉണ്ട്, അവർക്ക് ഇത്ര കാർഡ് സെല് ചെയ്യുന്ന ടാർഗറ്റ് കാണിക്കുന്നത്. അവർ വിളിക്കുന്നത് ഏജൻസിക്കാരാണ്. അപ്പോൾ മോസ്റ്റ്ലി അവർ ഓക്കെ പറയും. ചിലപ്പോൾ വെച്ചിട്ട് പോകും. അത് ഡിപ്പെൻസ് ആണ്. പിന്നെ നിങ്ങൾ ഈ ചാർജസ് നോക്കി മാത്രം എടുക്കും. ചിലത് 5000 രൂപയുടെ കാർഡൊക്കെ ഉണ്ട് ഇവരെ. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൻ നഷ്ടമാണ്. അത്രയും കാർഡ് നമുക്ക് ബെനിഫിറ്റ് ഒന്നും തരുന്നില്ല. 3000 രൂപയുടെ കാർഡ് തന്നെ വൻ നഷ്ടമാണ്. അപ്പോൾ 5000 രൂപയുടെ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ 999 രൂപ കാർഡ് 499 രൂപയുടെ കാർഡ് മാത്രം കിട്ടിയാൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. മാക്സിമം 999 രൂപയുടെ കാർഡ് ഇട്ടാൽ അത് പ്ലാറ്റിനം കാർഡാണ് വരിക. ഈ കാർഡാണ് വരിക, ഇതിൽ പുതിയ വെർഷൻ. അപ്പോൾ ഇത് കുറേ പേര് നമ്മളോട് ഇതിനെക്കുറിച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നല്ല കാർഡാണോ, സേഫ്റ്റി കാർഡാണോ? ഇത് ഞാൻ പറഞ്ഞ പറയാം, ഇത് ഒറിജിനൽ കാർഡ് ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമ്മൾ നോർമൽ ബാക്കിയുള്ള ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് ആക്കുന്നില്ലേ, അതേ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. അവർ ഇത് കോബ്രയുടെ ക്രെഡിറ്റ് കാർഡാണ്. അതായത് ബജാജ് ഫിൻസറും RBL ബാങ്കും കൂടി ടൈപ്പ് ചെയ്തിറക്കിക്കുന്ന ഒരു കോബ്രയുടെ ക്രെഡിറ്റ് കാർഡാണ്. അതുകൊണ്ടാണ് ഇതിന്റെ സൂപ്പർ കാർഡ് എന്ന് പറയുന്നത്.
നമുക്ക് അത്രയും എന്താ വെച്ചാൽ അതിൻ്റെ ഒരു പേര് അവർ കൊടുത്തേക്കുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ. ഇത് നോർമൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാം. നമുക്ക് നോർമൽ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ്സിനും വരുന്ന എല്ലാ റൂൾസും ഇതിന് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നോർമൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്, സേഫ് തന്നെയാണ് കേട്ടോ. RBL ബാങ്ക് ആണ് കൊടുക്കുന്നത്. ഒരു അറിയായിരിക്കും നിങ്ങൾക്ക് RBL ബാങ്കിന് ഒരു പ്രൈവറ്റ് ബാങ്കാണ്, മുംബൈ ബേസ്ഡ് പ്രൈവറ്റ് ബാങ്കാണ്. അപ്പോൾ അതിനൊന്നും ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു എൻട്രി ലെവൽ അല്ലെങ്കിൽ മാക്സിമം 1000 രൂപയുടെ റേഞ്ചിൽ വരുന്ന കാർഡ് മാത്രം എടുക്കുക. അതിന് മുകളിൽ നിങ്ങൾ എടുക്കണ്ട. എന്ന് വെച്ചാൽ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ കൊടുക്കാൻ കുഴപ്പമില്ലെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അത്രയ്ക്ക് മാക്സിമം പോകുകയാണെങ്കിൽ നിങ്ങൾ 1500 രൂപ കാർഡ് അതും അത്രയും എടുത്താൽ മതി. ബാക്കിയുള്ള കാർഡാണെങ്കിൽ നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പറയുക നമുക്ക് ഇത്രയും റേറ്റ് കൂടിയ കാർഡ് വേണ്ട, ഒരു സ്മോളർ വേരിയന്റിലെ കാർഡ് മതി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർഡ് വേണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവർ എടുത്തു തരും. അത് വേറെ കാര്യം. അപ്പോൾ അത് നോക്കിയിട്ട് ഇവിടെ പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ചാടിക്കറിയാന്ന് പറയേണ്ടതെന്ന് വെച്ചാൽ ചില കാർഡുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 5000 രൂപയുടെ വരെ ജോയിൻ ഫീസ് മാനുവൽ ഫീസ്. അതായത് ജോയിൻ ഫീസ് പറയുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് മാസം അടയ്ക്കാൻ വരും. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവർ പറയും ഇതിന് റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, നമ്മൾ 5000 രൂപ കൊടുത്താൽ നമുക്ക് 5000 രൂപയുടെ റിവാർഡ് പോയിന്റ്സ് കിട്ടും. പക്ഷെ ഒരു കാര്യമില്ല, വേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ റിവാർഡ് പോയിന്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വേറെ നമ്മൾ ഡിഡക്ഷൻ ഫീസ് കൊടുക്കണം. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത് നഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ മിനിമം നമുക്ക് 2500 മുകളിൽ റിവാർഡ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാർജസ് കൊടുത്താലും നമുക്ക് തിരിച്ചു കിട്ടും, റിവാർഡ് പോയിന്റ് ആയിട്ട് തിരിച്ചു കിട്ടും എന്നൊക്കെ അവർ പറയും. എന്ന് വെച്ചാൽ അവർക്ക് സെല് ചെയ്യണമല്ലോ. അപ്പോൾ അതിലൊന്നും വീഴരുതിട്ട്. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ തന്നെ 500 രൂപയുടെ കാർഡ് എടുക്കുക, അല്ലെങ്കിൽ മാക്സിമം 1000 രൂപയുടെ കാർഡ് എടുക്കുക. അതിനും മാക്സിമം 1500 രൂപയുടെ കാർഡ് എടുക്കുക. അതിന് അപ്പുറത്തേക്ക് പോകണ്ട കേട്ടോ. വൻ നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഈ ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ 2ാമത്തെ ചാനലാണ്. സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് പബ്ലിക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ കണ്ടു നോക്കുക, ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം. എല്ലാ കമന്റ്സിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.